കേരള സർവകലാശാലയിലെ PhD കാരനായ ഒരു വിദ്യാർത്ഥി ദളിതനായതുകൊണ്ട് മാത്രം അപമാനിക്കപ്പെടുകയും അയാളുടെ മെറിറ്റ് തെളിയിക്കാൻ പിന്നെയും നിർബന്ധനാക്കപ്പെടുകയും ചെയ്തതിൻ്റെ വാർത്തകൾ കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മളെ എല്ലാവരെയും പോലെ കുഞ്ഞാമൻ്റെ എതിരോർത്തു. കുഞ്ഞാമൻ മനോഹരമായി പറയുന്ന ഒരു ദളിതൻ ജീവിതകാലം ഉടനീളം 5 വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 1, ദാരിദ്ര്യം, ഭയം, അപകർഷതാബോധം, ധൈര്യമില്ലായ്മ, ആത്മവിശ്വാസമില്ലായ്മ. ഇതിൽ നല്ല ജോലി കിട്ടുമ്പോൾ, സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ദാരിദ്ര്യമില്ലാതാകും. പക്ഷെ മറ്റു 4 ഭയമടക്കം, അപകർഷതാബോധമടക്കം, ധൈര്യമില്ലായ്മയടക്കം എല്ലാ കാര്യങ്ങളും മരണം വരെ ഒരു ദളിതനെ പിന്തുടരും എന്ന് കുഞ്ഞാമൻ എഴുതിയതിൻ്റെ തുടർച്ച പോലെയാണ് ഈ ചെറുപ്പക്കാരൻ PhD അവാർഡ് ചെയ്യാൻ അയാളുടെ ചെയർമാൻ നിർദ്ദേശിച്ചിട്ടും സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു അപരാധിയെ പോലെ നിൽക്കേണ്ടി വരുന്നത്. കുഞ്ഞാമൻ MA പാസ്സായി, 1ാം റാങ്കോടെ പാസ്സായി. കേരളത്തിൽ KR നാരായണന് ശേഷം 1ാം റാങ്കോടെ പാസ്സാകുന്ന ആദ്യത്തെ ദളിതനായിട്ടും ഒരു നല്ല തൊഴിൽ കിട്ടാതെ കേരളം ഉടനീളം അലഞ്ഞൊടുവിൽ സ്വന്തം നാട്ടിലേക്ക് നിരാശനായി മടങ്ങി എത്തിയ ശേഷം ആദ്യം ചെയ്യുന്നത് തനിക്ക് പരിചയമുള്ളൊരു ട്യൂട്ടോറിയലിലെ മാഷിൻ്റെ കയ്യിൽ നിന്നൊരു തീപ്പെട്ടി വാങ്ങി തനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ തീടാൻ തുടങ്ങുകയാണ്. അത്രത്തോളം നിരാശാജനകമായൊരു ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും നേരിട്ട മനുഷ്യനാണ് കുഞ്ഞാമൻ പറയുന്നുണ്ട്, 14ാം വയസ്സിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പണിയെടുക്കുന്ന ഒരു ജന്മിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ഞി കിട്ടുന്നത്. കുഴിയിൽ കഞ്ഞി കുടിക്കാൻ ഈ കുഞ്ഞാമനെ വിടുന്നതിനോടൊപ്പം ഈ ജന്മി ഒരു നായയെ കൂടെ വിടും, താൻ വളർത്തുന്ന നായയെ കൂടെ വിടും. ഈ നായയോടൊപ്പം മത്സരിച്ചാണ് കുഞ്ഞാമൻ കഞ്ഞി കുടിച്ചിരുന്നത്. ആരാണ് ആദ്യം കഞ്ഞി കുടിക്കുക, കൂടുതൽ കഞ്ഞി കുടിക്കാൻ പറ്റുന്നത് ആർക്കാണ്. 2 നായ്ക്കളായി തനിക്ക് തന്നെയും ആ നായയെയും തോന്നിയെന്ന് കുഞ്ഞാമൻ എഴുതിയിട്ടുണ്ട്. ദളിതനായൊരു വിദ്യാർത്ഥി 2025 കേരളത്തിൽ ദളിതനായതുകൊണ്ട് മാത്രം അപമാനിക്കപ്പെടുകയും തൻ്റെ മെറിറ്റ് തെളിയിക്കാൻ സംസ്കൃത പണ്ഡിതയായ, ഭാഷയെന്ന് നമ്മൾ വിളിക്കുന്ന സംസ്കൃതത്തിൻ്റെ പണ്ഡിതയായ, മാന്യയായ ഒരു അധ്യാപികയാൽ നിർബന്ധിതനാക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു വലിയ അപരാധമാണ്. ആരാണ് ഈ വിദ്യാർത്ഥിക്ക്, ഭാഷയറിയില്ല എന്ന് പറഞ്ഞ ഈ വിദ്യാർത്ഥിക്ക് MPhil ഡെസർട്ടേഷനിൽ സൈൻ ചെയ്ത് കൊടുത്ത മാർഗദർശി ഇതേ അധ്യാപികയാണെന്നറിയുമ്പോഴാണ് നമ്മൾ ഈ ജാതിബോധത്തിൻ്റെ ഏത് പ്രതലത്തിലാണ് നമ്മുടെ സർവകലാശാലകൾ ഇന്നും നിലനിൽക്കുന്നത് എന്ന് തിരിച്ചറിയുന്നത്. 3 ആഴ്ച മുമ്പ് എന്തായിരുന്നു ഈ വിപിൻ്റെ വാർത്ത? ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വിപിന് സപ്പോർട്ടായിട്ടുണ്ട്. 3 ആഴ്ച മുമ്പ് ഈ വാർത്ത നമ്മൾ വായിച്ചത് SFI നേതാവായ കാര്യവട്ടം ക്യാമ്പസിലെ വിദ്യാർത്ഥി, അക്ഷരാഭ്യാസമില്ലാത്തവൻ സംസ്കൃതത്തിൽ PhD നേടി, ആ PhD നേടിയ വലിയ അനീതിക്കെതിരെ മാന്യയായ, സംസ്കാര സമ്പന്നയായ അവരുടെ PhD ഡിപ്പാർട്ട്മെന്റ് ഹെഡ് VC കത്തെഴുതി എന്നുള്ളതാണ് കേരളം ആഘോഷിച്ച വാർത്ത. ആ വാർത്തയുടെ ഉള്ളിത്തൊലി പൊളിയുന്നത് പോലെ അടർന്നു വീഴുകയും ഒടുവിൽ അതിൻ്റെ സത്യം കണ്ടെത്തുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ജാതിപരമായ വലിയ പിന്തിരിഞ്ഞു നടക്കലിൻ്റെ ഒരു ആഴമുള്ള സത്യമുള്ളൊരു വാർത്തയായി നമ്മൾ ഇപ്പോൾ അതിനെ തിരിച്ചറിയുന്നത്. എവിടെ നിന്നാണ് ഈ വിജയകുമാരി വരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിജയകുമാരി വരുന്ന വീടല്ല, വിജയകുമാരിയുടെ ജാതിയല്ല, വിജയകുമാരിയുടെ വിദ്യാഭ്യാസവുമല്ല പ്രധാനം. വിജയകുമാരി വരുന്ന പ്രത്യയശാസ്ത്രം ഏതാണ് എന്നുള്ളതാണ്. വിജയകുമാരി കേരള സർവകലാശാലയിലെ ഏറ്റവും ആക്റ്റീവായ ഒരു BJP പ്രവർത്തകയാണെന്നും BJP അധ്യാപക സംഘടനയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് ഒരു സെമിനാറിൽ രാവണൻ ഓടിച്ചു പോയിക്കൊണ്ടിരുന്ന വിമാനത്തെപ്പറ്റി പ്രഭാഷണം നടത്തിയതിൻ്റെ പേരിൽ കുട്ടികളാൽ കളിയാക്കപ്പെട്ട ആളാണെന്നും അറിയുമ്പോഴാണ് എവിടെയാണ് കേരളത്തിലെ, ഇന്ത്യയിലെ ദളിതരെ ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ ആഴവും പരപ്പും നമുക്കറിയാൻ പറ്റുന്നത്. കേരളത്തിൻ്റെ മുഖ്യധാരാ സമൂഹം ഇത്തരം വിഷയങ്ങളെ ഏറ്റവും സത്യസന്ധമായും ഏറ്റവും ഇൻ്റഗ്രിറ്റിയോടെയും സമീപിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.